ഡയാനയുടെ സമപ്രായക്കാരായിട്ടുള്ള മറ്റ് ആങ്കേഴ്സിനെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഡയാൻ നടത്തേണ്ടി വരുന്ന യാത്രകൾ, കാരണം ഒരു ദിവസം കൊച്ചിയിൽ ഷൂട്ടാണെങ്കിൽ അടുത്ത ദിവസം തിരുവനന്തപുരത്തായിരിക്കും, തൊട്ടടുത്ത ദിവസം വീണ്ടും കൊച്ചിയിലായിരിക്കും, വീണ്ടും കഴിഞ്ഞ് കോഴിക്കോട് പോകണം, അത് കഴിയുമ്പോൾ ദുബായി പോകണം. ഈ പറയുന്ന ട്രാവലിന് വരുന്ന നമ്മുടെ ശരീരവും മനസ്സും അതിനൊപ്പം വരണമെങ്കിൽ നമുക്ക് അത്രയും ഫയർ വേണം. അപ്പോൾ അതിന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു എപ്പിസോഡിന് ഒരു മണിക്കൂറിലധികം ടൈം വേണമെങ്കിൽ, ഒരു ദിവസം നമ്മൾ 5-6 എപ്പിസോഡ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ബാക്ക് ടു ബാക്ക് ഒരല്പം പോലും വിശ്രമമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഗസ്റ്റ് വരുമ്പോൾ ഇന്റർവ്യൂ ചെയ്യണം, സ്ക്രിപ്റ്റുകൾ പഠിച്ചു വരണം, കണ്ടസ്റ്റൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഇവിടെയൊക്കെയും നമ്മുടെ മനസ്സിൽ ചിന്ത അത് വാക്കായി മാറണം, അത് ആളുകൾ രസിപ്പിക്കണം. ചെറിയ പരിപാടിയല്ല ഇത് ഇങ്ങനെ അടുപ്പിച്ച് പ്രസന്റബിൾ ആയിരിക്കണം. ഇതിൽ നമ്മുടെ കോസ്റ്റ്യൂം, മേക്കപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഒരു ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് 4-5 ദിവസത്തെ ഷൂട്ട്, അത് കഴിഞ്ഞ് അടുത്ത ചാനലിൽ ഷൂട്ട്. ഈ ഓട്ടത്തിനിടയിലേ വ്യക്തിപരമായിട്ട് ആരെങ്കിലും ചിലപ്പോൾ നമ്മളെ ഒരല്പം വേദനിപ്പിക്കാൻ പറയുന്ന വാക്കുകളോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളോ, ഇഷ്യൂസോ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ ഒക്കെയും നമ്മുടെ വേഗതയെ വേണമെങ്കിൽ കുറയ്ക്കാവുന്ന ഫാക്ടേഴ്സാണ്. അവിടെയും വേഗത നഷ്ടപ്പെടാതെ നമ്മുടെ മറ്റ് ദുഃഖങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആകാനുള്ള സവിശേഷമായൊരു ശ്രമം കാണിക്കുന്ന ആർട്ടിസ്റ്റാണ് ഞാനിത്. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഡയാനോട് പേഴ്സണലി ഒരു അടുത്ത് പറഞ്ഞാൽ മതി, ഞാനൊരു പ്രോഗ്രാമിൽ പറയുന്നത് ഡയാനെ ഇഷ്ടപ്പെടുന്ന, ഡയാനെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയധികം ആളുകളുണ്ടാവും. അവരുടെ അറിവിലേക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാണ്. അത് അങ്ങനെ മൈൻഡിനെ മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കൂടുതൽ സാധിക്കുന്നത്? നമ്മളത് ചെയ്തിരിക്കണം, അത് എൻ്റെ ഒരു നെസസിറ്റിയാണ്. എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. ആ ഫയർ അണയാൻ പാടില്ല. അതാണ് ഞാനിവിടെ നമ്മുടെ ഷോയ്ക്ക് എന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോയെ ബാധിക്കാൻ മീൻസ് നമ്മുടെ ഷോയോട് ഇൻവോൾവ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, അതിനെ ഫുൾ ബാധിക്കും. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്, നമ്മളങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് കിടക്കുമായിരിക്കും. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്ത വരാം, നമ്മൾ മനുഷ്യരാണ്, വന്നു എന്നൊക്കെ വരാം. പക്ഷേ ആ മൊമെന്റിൽ നമ്മൾ അതിൽ നിന്ന് തിരികെ വന്നേ പറ്റത്തുള്ളൂ. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ അതിനെ തരണം ചെയ്യണം. ഇറ്റ്സ് നെസസിറ്റി എന്ന വാക്ക് പലരും എങ്ങനെയാണെന്നറിയോ അവര് അല്ല ശരിയാണ്. അല്ല ഞാനത് ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞത്, ഡയാനയുടെ ഫാമിലി ലൈഫില് സാമ്പത്തികമായിട്ടും സൗകര്യങ്ങൾക്കൊന്നും സന്തോഷം കൊണ്ടുള്ള ഒരു നിറവ് ഉണ്ടാകുമ്പോഴും നെസസിറ്റി ആയിട്ട് ഫിക്സ് ചെയ്യുന്നതിനെ ഞാൻ കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഇരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ അധ്വാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നല്ല ലക്ഷണമാണ്, നല്ല മാതൃകയാണ്.